രാജ്യാന്തര അവയവ കച്ചവട കേസിൽ മുഖ്യപ്രതി മധുവിനെ കോടതിയിൽ ഹാജരാക്കി. മധുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് NIA നടപടി. പിന്നിൽ വൻ റാക്കറ്റ് എന്നാണ് NIA അന്വേഷണത്തിലെ കണ്ടെത്തൽ. അക്കാര്യം കോടതി അറിയിക്കുന്നു. കൂടുതൽ പേരെ ഇറാനിലേക്ക് കടത്തി എന്ന നിഗമനവുമുണ്ട്. S. രാഗിൻ ചെയ്യുന്നുണ്ട്. രാഗിനി, കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഉൾപ്പെടെ അത് പുറം ലോകത്തെ അറിയിച്ചത്. NIA വിശദമായ അന്വേഷണം നടക്കുന്നു. അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഇയാളെ ഹാജരാക്കുന്ന അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി കോടതി അറിയിച്ചിട്ടുണ്ട് NIA? രതീഷ്, തീർച്ചയായും ഒരുപാട് മാനങ്ങളുള്ള കേസാണിത്. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ പോലീസ് ഇത് അന്വേഷിച്ചു. അതിനുശേഷം NIA ഈ കേസ് ഏറ്റെടുത്തു. അതിനെ തുടർന്നാണ് മുഖ്യപ്രതി മധുവിനെ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. തുടർന്നാണ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ച ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. 24 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ NIA പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഇതിൽ ഒരു രാജ്യാന്തര റാക്കറ്റ്, പിന്നിൽ വൻ റാക്കറ്റാണ് ഇതിന് പിന്നിൽ എന്നതാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 14 പേരെ ഇത്തരത്തിൽ വൃക്കയും മറ്റും എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ സംഘം. ഇത് ഒരു സംഘം മാത്രമാണ്. ഇത്തരത്തിൽ ഒട്ടനവധി സംഘങ്ങളുണ്ട് എന്നതാണ് NIA അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. ഈ കൊണ്ടുപോയിട്ടുള്ള 14 പേരെയും NIA കണ്ടെത്തി കഴിഞ്ഞു. ആ 14 പേരെയും ഈ കേസിൽ സാക്ഷിയാക്കിയിട്ടുണ്ട്. മധുവിന്റെ മൊഴിയാണ് ഈ 14 പേർ എന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ, ഈ 14 പേരല്ല അതിൽ കൂടുതൽ പേരെ ഈ സംഘം കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് NIA മനസ്സിലാക്കുന്നത്. കൂടുതൽ ഉത്തരേന്ത്യയിലുള്ള കൂടുതൽ സംഘങ്ങളിലേക്കും NIA അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഇതോടൊപ്പം കൂടുതൽ ആശുപത്രികളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ആശുപത്രികൾക്ക് ഇതിൽ റോൾ ഉണ്ടോ എന്ന സംബന്ധിച്ചുള്ള ചില പരിശോധനകളും NIA നടത്തുന്നുണ്ട്. ഇറാനിലും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് NIA. എന്തായാലും ഇതിൽ ഈ അവയവങ്ങൾ നൽകാൻ തയ്യാറാകുന്നവർക്ക് കേവലം തുച്ഛമായിട്ടുള്ള തുക, അല്ലെങ്കിൽ 7 ലക്ഷം 8 ലക്ഷം രൂപയാണ് ഈ സംഘം നൽകുന്നത്. അവരുടെ ദാരിദ്ര്യവും മറ്റും ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ഇതിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇറാനിലെത്തിച്ച് അതിന്റെ ശസ്ത്രക്രിയയുടെ ചെലവിനായി 10 ലക്ഷം രൂപ നൽകും. തുടർന്ന് അവരുടെ തുടർ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ നൽകും. അങ്ങനെ ഏകദേശം ഒരു 27 ലക്ഷം രൂപ ഇതിന്റെ ആകെ ചെലവിന്റെ ഭാഗമായിട്ട് വരുന്നു. കൂടാതെ ഈ വൃക്ക വാങ്ങാൻ വരുന്നവരിൽ നിന്ന് 60 ലക്ഷത്തോളം രൂപ ഈടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം ഒരു ഇടപാടിൽ തന്നെ 30 ലക്ഷത്തോളം രൂപയാണ് ഈ സംഘത്തിന് ലഭിക്കുന്നത്. ഇതാണ് വ്യക്തമായിട്ടുള്ളത്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു. കൂടുതൽ അന്വേഷണം ഇതിന്റെ ഭാഗമായി NIA നടത്തുന്നു. കൂടുതൽ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത ഉൾപ്പെടെയാണ് വിപുലമായ അന്വേഷണമാണ് നടക്കുന്നത്. രാജ്യാന്തര അവയവ കച്ചവട കേസിലെ മുഖ്യപ്രതിയാണ് മധുവിനെ കോടതിയിൽ NIA ഹാജരാക്കിയത്. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ്. പിന്നിൽ വലിയ റാക്കറ്റുണ്ട് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും കണ്ടെത്തൽ. ഇറാനിലേക്ക് കടത്തി എന്ന നിഗമനം ഉൾപ്പെടെ കോടതി അറിയിച്ചു. S. രാഗിനാണ് വിശദമായി ആ വിവരങ്ങൾ നൽകിയത്.